അപ്പോൾ എല്ലാവർക്കും ക്രൂവിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നേരത്തെ മൈക്രോബയോളജിയിലെ സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്ന എസ്സേ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കണ്ടിന്യൂവേഷൻ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം സ്റ്റെറിലൈസേഷൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഫിസിക്കൽ ഏജൻസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കെമിക്കൽ ഏജൻസ് ആണ്. ഓക്കെ, അപ്പോൾ കെമിക്കൽ ഏജന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 8 കെമിക്കൽ ഏജൻസിനെയാണ്, അതായത് 8 മേജർ ഹെഡിങ്ങുകളാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഇനി ഒരു ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഏകദേശം ഒരു 11 ക്രൈറ്റീരിയ ആണ് പറയുന്നത്. അത് എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെതിരെ എഫക്റ്റീവ് ആയിരിക്കണം. അതിനകത്ത് സ്പോർസിനെയും എന്ത് ചെയ്യാൻ പറ്റണം, കില്ല് ചെയ്യാൻ പറ്റണം. പിന്നെ അത് ആൽസിഡ് ആയാലും ആൽക്കലി ആയാലും എഫക്റ്റീവ് ആയിരിക്കണം. സ്പീഡി ആക്ഷൻ ഉണ്ടായിരിക്കണം. പെനിട്രേറ്റിംഗ് പവർ ഉണ്ടായിരിക്കണം. സ്റ്റേബിൾ ആയിരിക്കണം. അങ്ങനെ നമ്മളൊരു ഏകദേശം 11 എണ്ണം പറയുന്നുണ്ട്. എല്ലാം ഒന്നും പഠിക്കേണ്ട, ആദ്യത്തെ ഒരു 3-4 എണ്ണം പഠിക്കുക. ജസ്റ്റ് ഒരു ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി ഉള്ള, അതായത് എല്ലാവിധ ക്വാളിറ്റിയും ഉള്ള ഒരു ഡിസിൻഫെക്റ്റന്റ്, അതാണ് ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. അതിന് യാതൊരുവിധ ഡ്രോബാക്സും ഇല്ല. ഏതൊരു മീഡിയത്തിലും ഏതൊരു സാഹചര്യത്തിലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം, അഫോർഡ് ചെയ്യാനും പറ്റണം. അതാണ് നമ്മളൊരു ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ശരിക്കും ഇല്ല. അതായത് നമ്മൾ ഈ പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കത് നടപ്പിലാക്കാൻ പറ്റത്തില്ല. അതായത് ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ശരിക്കും ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇതൊരു കൺസെപ്റ്റ് ആണ്, പക്ഷെ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിലവിൽ അങ്ങനെ ഒരു ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇനി നമുക്കൊരു ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്ന കേസിൽ അതിന്റെ പൊട്ടൻസിയെ അടിസ്ഥാനമാക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് 5 കാര്യങ്ങളാണ്. ഒന്ന് കോൺസെൻട്രേഷൻ, അതായത് എത്രത്തോളം കോൺസെൻട്രേഷൻ ഉണ്ടെന്നുള്ളത്. രണ്ട് ടൈം ഓഫ് ആക്ഷൻ, എത്ര സമയത്തേക്ക് അതിന്റെ ആക്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ക്ലോറിനൊക്കെ പറയുന്ന സമയത്ത് അതിന്റെ ആക്ഷൻ എത്ര നേരം ഉണ്ടാവും എന്ന് നമ്മൾ നോക്കാറുണ്ട്. ഓക്കെ, അടുത്തത് pH ഓഫ് മീഡിയം, ഏത് മീഡിയത്തിലാണ്, അതായത് ആസിഡ് ആണോ ആൽക്കലി ആണോ. ചിലത് ആസിഡിൽ വർക്ക് ചെയ്യും, ചിലത് ആൽക്കലിയിൽ വർക്ക് ചെയ്യും. ഇനി ടെമ്പറേച്ചർ കൂടുന്നതും കുറയുന്നതും ബാക്ടീരിയൽ ആക്ഷന്റെ അളവ് വർദ്ധിപ്പിക്കുകയും കുറയ്ക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഡിസിൻഫെക്റ്റന്റിന്റെ ആക്ഷനെയും അത് എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അടുത്തത് നേച്ചർ ഓഫ് ദ ഓർഗാനിസം, ഏത് ഓർഗാനിസം ആണ്, അതായത് ബാക്ടീരിയ ആണോ വൈറസ് ആണോ സ്പോർസ് ആണോ. നമുക്കറിയാം സ്പോർസിനെയൊക്കെ കില്ല് ചെയ്യാൻ പാടാണ്. ഓക്കെ, അപ്പം 5 കാര്യങ്ങളാണ് നോക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ കെമിക്കൽ ഏജൻസി ഏതൊക്കെയാണെന്നാണ്. 8 നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്, എഥിലീൻ ഓക്സൈഡ്, ഡൈസ്, ഹാലജൻസ്, മെറ്റാലിക് സോൾട്സ്, ഫീനോൾസ്, സർഫസ് ആക്റ്റീവ് ഏജൻസ്. ഇനി നമ്മൾ ഈ 8 കെമിക്കൽ ഏജൻസിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവാണ്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ആൽക്കഹോൾ ആണ്. ഓക്കെ, അപ്പൊ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ മൈൻഡിൽ വരേണ്ടത് പ്രധാനമായിട്ടും 2 ആൽക്കഹോളാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഈഥൈൽ ആൽക്കഹോൾ, രണ്ട് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. ഇത് രണ്ടും ബാക്ടീരിയൽ പ്രോട്ടീനെ ഡീനാച്ചറിങ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് സ്പോർസിലും വൈറസുകളിലും ഇല്ല. അത് നമ്മൾ ഓർത്ത് വെക്കണം. അതായത് സ്പോർസിനെയും മോസ്റ്റ് ഓഫ് ദ വൈറസുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൽക്കഹോൾ കൊണ്ട് കൊല്ലാൻ പറ്റില്ല. പിന്നെ ഇതൊരു 70% എന്തുണ്ടെങ്കിലേ ഉള്ളൂ, കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിലേ എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഐസോപ്രോപ്പൈൽ ആൽക്കഹോളിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബാക്ടീരിയസൈഡിലാണ്, ലെസ് വോളറ്റൈലുമാണ്. അതാണ് അതിന്റെ പ്രത്യേകതകൾ. അത് നമുക്കിതിനെ സ്കിന്നിലും തെർമോമീറ്ററിലും ഒക്കെ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഇത് രണ്ടും കൂടാതെ ഒരു ആൽക്കഹോൾ ഉണ്ട്, അതാണ് മീഥൈൽ ആൽക്കഹോൾ അഥവാ മെഥനോൾ എന്ന് പറയുന്നത്. അത് ഫംഗൽ സ്പോർസിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ക്യാബിനറ്റും ഇൻക്യുബേറ്ററും ഒക്കെ നമുക്ക് ഡിസിൻഫെക്റ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർക്കുക, 2 ടൈപ്പ് ആൽക്കഹോൾ, ഈഥൈൽ ആൽക്കഹോളും ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും. ഇനി ഒരു 70% കോൺസെൻട്രേഷനിൽ ഉണ്ടെങ്കിലാണ് ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ സ്കിന്നിലും തെർമോമീറ്ററിലും ഒക്കെ ഡിസിൻഫെക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആണ്. പിന്നെ പറയുന്നത് സ്പോർട്സിലും വൈറസുകളിലും ഒക്കെ ആക്ഷൻ വളരെ കുറവാണ്. പിന്നെ മീഥൈൽ ആൽക്കഹോളിന്റെ കേസ് പറയുന്ന സമയത്ത് ക്യാബിനറ്റും ഇൻക്യുബേറ്റേഴ്സും ഒക്കെ ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതെന്ന് പറയുന്നത് ആൽഡിഹൈഡ്സ് ആണ്. 2 ടൈപ്പ് ആൽഡിഹൈഡ്സ് ഉണ്ട്.
ഒന്ന് ഫോർമാൽഡിഹൈഡ്, രണ്ട് ഗ്ലൂട്രാൽഡിഹൈഡ്. രണ്ട് ആൽഡിഹൈഡിന്റെ കേസിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതെന്ത് ചെയ്യും, ബാക്ടീരിയസിനെയും സ്പോർസിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂമിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്മളിവിടെ ഫോർമാൽഡിഹൈഡിന്റെ കേസ് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്ത് വെക്കണം, സ്പെസിമെൻസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓർത്ത് വെക്കുക, സ്പെസിമെൻസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ റൂംസ് ഒക്കെ ഫ്യൂമിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ്സ്, ക്ലോത്ത്സ്, ബെഡിങ്സ്, ഫർണിച്ചർ ഇതിനെല്ലാം ഡിസ്ഇൻഫെക്ട് ചെയ്യാം. പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓർത്ത് വെക്കുക, ഒരു സ്ട്രോങ് സ്മെല്ലുണ്ട്, ഇറിറ്റന്റ് ആണ്, ടോക്സിക് ആണ്. പിന്നെ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അമോണിയ യൂസ് ചെയ്താൽ ഇതിന്റെ വേപ്പറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ള ബാക്കി ഫോർമാൽഡിഹൈഡിനെ അമോണിയ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതെന്ന് പറയുന്നത് ഗ്ലൂട്രാൽഡിഹൈഡ് ആണ്. അവിടെയും ഏകദേശം സിമിലർ ആക്ഷൻ ആണ്, പക്ഷെ ഇത്രയും ടോക്സിക് അല്ല. പിന്നെ TBയിലും ഫംഗസുകളിലും വൈറസിലും ഒക്കെ യൂസ് ചെയ്യാം. റബ്ബർ, പ്ലാസ്റ്റിക്, മെറ്റൽ ഇൻസ്ട്രുമെന്റ്സ് ഇതിനൊക്കെ സേഫ് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഫോർമാൽഡിഹൈഡും ഗ്ലൂട്രാൽഡിഹൈഡും. ഫോർമാൽഡിഹൈഡിന്റെ കേസ് പറയുമ്പോൾ സ്പെസിമെൻസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് ഓർക്കുക. പിന്നെ ഈ സ്ട്രോങ് സ്മെല്ല്, ഇറിറ്റന്റ്, ടോക്സിക് ആണ്. അത് ടോക്സിക് ആയിട്ടുള്ള ഫ്യൂംസ് ഉണ്ടാക്കും. ഇനി അടുത്തത് ഗ്ലൂട്രാൽഡിഹൈഡ് ആണ്. ഏകദേശം സിമിലർ ആക്ഷൻ ആണ്. TBയിലും ഫംഗസിലും വൈറസിലും ഒക്കെ ആക്ഷൻ ഉണ്ട്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് എത്തിലീൻ ഓക്സൈഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ പോയിന്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ മാത്രം നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇതെന്ന് പറയുന്നത് ഒരു കളർലെസ് ആയിട്ടുള്ള ലിക്വിഡ് ആണ്. പക്ഷെ ഇത് എന്ത് ചെയ്യും, നോർമൽ ടെമ്പറേച്ചറിൽ ഗ്യാസ് ആയിട്ട് മാറും. അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഇത് ഹൈലി ഇൻഫ്ലൈമബിൾ ആണ്, അതേപോലെ തന്നെ എക്സ്പ്ലോസീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഒന്നുകിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടോ അല്ലെങ്കിൽ നൈട്രജൻ ആയിട്ടോ മിക്സ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഒന്ന് ഇൻഫ്ലൈമബിൾ ആണ്, രണ്ട് എക്സ്പ്ലോസീവ് ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇത് എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും കൊല്ലും ഉൾപ്പെടെ, അതായത് നമ്മളുടെ സ്പോർസിനെയും വൈറസുകളെയും ഉൾപ്പെടെ എല്ലാത്തിനെയും കൊല്ലും. രണ്ടെന്ന് പറയുന്നത്, അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇത് പെനിട്രേറ്റിംഗ് പവർ ഉണ്ട് പ്ലാസ്റ്റിക്കിനകത്ത്, ചില പ്ലാസ്റ്റിക്കുകൾ വരെ പെനിട്രേറ്റ് ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് ഇത് സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഹാർട്ട് ലങ് മെഷീൻ, റെസ്പിറേറ്റേഴ്സ്, സ്യൂച്ചേഴ്സ്, ഡെന്റൽ എക്യുപ്മെന്റ്സ്, ബുക്സ്, ക്ലോത്തിങ്സ്. ഏതെങ്കിലും ഒരു രണ്ടെണ്ണം പഠിക്കുക. ഹാർട്ട് ലങ് മെഷീനും റെസ്പിറേറ്റേഴ്സും മതി. അപ്പോൾ ഏകദേശം രണ്ടും നമ്മുടെ ആ ഒരു ചെസ്റ്റ് ഏരിയ ഓർത്ത് വെക്കുക, ഹാർട്ട് ലങ് മെഷീൻ, റെസ്പിറേറ്റേഴ്സ് അങ്ങനെ ഓർത്ത് വെക്കുക. അടുത്തതെന്ന് പറയുന്നത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഫ്യൂമിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യത്തില്ല. കാരണം നമ്മളിവിടെ പഠിച്ചു അത് എക്സ്പ്ലോസീവ് ആണ്. ഓക്കെ, എക്സ്പ്ലോസീവ് ആയതുകൊണ്ട് നമ്മൾ ഫ്യൂമിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല. പിന്നെ ഇത് നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇത് ഇൻഫ്ലേമബിളും ആണ്, എക്സ്പ്ലോസീവ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം, ഇവിടെ നമുക്ക് നല്ല സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ടേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എത്തിലീൻ ഓക്സൈഡിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് നമുക്ക് എല്ലാത്തിനെയും നശിപ്പിക്കും, നമ്മളുടെ മൈക്രോ ഓർഗാനിസത്തിന്റെ സ്പോർസും വൈറസും എല്ലാം. നല്ലൊരു സ്റ്റെറിലൈസിങ് ഏജന്റ് ആണ്. പിന്നെ ഇത് എക്സ്പ്ലോസീവും ഇൻഫ്ലൈമബിളും ആയിട്ടുള്ളത് കൊണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കണം. അടുത്തതെന്ന് പറയുന്നത് ഡൈസ് ആണ്. ഡൈസിൽ നമുക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും രണ്ട് ഡൈസ് ആണ്, അനിലിൻ ഡൈസും അക്രിഡിൻ ഡൈസും. ഇവർ രണ്ടുപേരും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയസിനെതിരെയാണ് കൂടുതൽ ആക്ഷൻ ഉള്ളത്. അതായത് മെയിൻലി ഇത് എന്തിനാണ്, ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയസിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്ക് ആന്റിസെപ്റ്റിക്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി ഇത് അനിലിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നോൺ ഇറിറ്റന്റ് ആണ്. പക്ഷെ പസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായി പോകും, വീക്കൻ ആവും. അതായത് കുറച്ചുകൂടി അതിന്റെ ആ ഒരു കഴിവ് കുറഞ്ഞു പോകും. അതായത് പസ് ഉള്ള സ്ഥലത്ത് ഇതിന്റെ ആക്ഷൻ കുറവായിരിക്കും. രണ്ടെന്ന് പറയുന്നത് അക്രിഡിൻ ഡൈസ് ആണ്. നമുക്കറിയാം അതും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയസിലാണ് കൂടുതലായിട്ട് ആക്ഷൻ ഉള്ളത്. പക്ഷെ അടുത്തൊരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേരുകൾ തന്നിട്ടുണ്ട്, രണ്ട് പേര്, അതായത് രണ്ട് എക്സാമ്പിൾ ആണ്, അതൊന്ന് പഠിക്കുക. പ്രോഫ്ലാവിൻ, അക്രിഫ്ലാവിൻ. ഇങ്ങനെ ഓർക്കുക, നമ്മുടെ അക്രിഡിൻ എന്ന് പറയുന്നതിനകത്ത് ഒരു ആറുണ്ട്, ഒരു അങ്ങനെ ഒരു സൗണ്ട് ഉണ്ട്, അത് ഓർത്ത് വെക്കുക. അത് പ്രോ അവിടെയും വരുന്നുണ്ട്, അക്രി അവിടെയും വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കുക, അക്രിഫ്ലാവിനും പ്രോഫ്ലാവിനും. ഇനി ഇത് ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നും വരത്തില്ല, ഒരുപാട് ആക്ഷൻ ഉണ്ടാവുന്നില്ല. അതായത് നമ്മളുടെ അനിലിൻ ഡൈസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നല്ലതാണ് ഇത്. ഇനി ഗോസ് ഡ്രസ്സിങ്സിനൊക്കെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഡൈസ് രണ്ട് തരം, അനിലിനും അക്രിഡിനും. രണ്ടും ഗ്രാം പോസിറ്റീവിലാണ് യൂസ് ചെയ്യുന്നത്.
രണ്ടിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അക്രിഡിൻ ഡൈസ് ആണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിലും ഒരുപാട് ആയിട്ട് അഫക്റ്റ് ചെയ്യില്ല അതിന്. കുറച്ചുകൂടി അക്രിഡിൻ ഡൈസിന് ആക്ഷൻ കൂടുതലുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഹാലോജൻസ് ആണ്. നമുക്ക് 2 ഹാലോജൻസ് ആണ് നോക്കാനുള്ളത്, അയഡിനും ക്ലോറിനും. അയഡിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരേണ്ട ഒരു പേരാണ് ബീറ്റാഡിൻ അഥവാ പ്രൊവിഡോൺ അയഡിൻ എന്ന് പറയുന്നത്. എന്താണ് പേര്? പ്രൊവിഡോൺ അയഡിൻ. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേരാണ് ഈ ബീറ്റാഡിൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തിനു ഉപയോഗിക്കും? സ്കിന്നിൽ ഒരു പൊട്ടരൊക്കെ ഉണ്ടായാൽ നമ്മൾ കാലൊന്ന് കഴുകിയിട്ട് ആദ്യം പുരട്ടുന്നത് എന്താണ്? ബീറ്റാഡിൻ ആണ്. അതെ, ഇതൊരു ആന്റിസെപ്റ്റിക് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇറിറ്റേഷൻ കുറവാണ്, നോൺ സ്റ്റെയിനിയും ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ക്ലോറിൻ ആണ്. ക്ലോറിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയേണ്ട ഒരു പേരാണ് എന്ത്? വാട്ടർ. അപ്പൊ നമ്മൾ വാട്ടർ വരുന്ന സ്ഥലങ്ങൾ, ഒന്ന് പൂള്, പിന്നെ നമ്മൾ ഫുഡ് അല്ലെങ്കിൽ ഡയറി ഏരിയാസിലൊക്കെ നമുക്ക് എന്ത് വേണം? ക്ലോറിൻ വേണം. ക്ലോറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ലോറിൻ ബാക്ടീരിയസൈഡലുമാണ്, വൈറസൈഡലുമാണ്. ഈ സൈഡൽ ചേർത്ത് പറഞ്ഞാൽ നമുക്ക് ഓർക്കാം മരണം, അത് സൂയിസൈഡൽ, അങ്ങനെ ഓർത്തു. കൊന്നുകളയുന്നു. അപ്പൊ ബാക്ടീരിയയും കൊന്നുകളയും, വൈറസിനെയും കൊന്നുകളയും. പിന്നെ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്, കുറച്ച് ക്ലോറിൻ അടങ്ങിയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്, അല്ലെങ്കിൽ ചില അതിന്റെ പ്രൊഡക്ട്സുകളാണ് യൂസോള്, ഡാർക്കിൻ സൊല്യൂഷൻ, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡിസിൻഫെക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നു. ഏതൊക്കെയാ ഹാലോജൻസ്? അയോഡിനും ക്ലോറിനും. അയോഡിൻ പറയുമ്പോൾ ബീറ്റാഡിൻ അല്ലെങ്കിൽ പ്രൊബിഡോൺ അയോഡിൻ മെൻഷൻ ചെയ്യുക. ക്ലോറിൻ പറയുമ്പോൾ യൂസോളോ, ഡാർക്കിൻ സൊല്യൂഷൻ, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്നിവ മെൻഷൻ ചെയ്യുക. പിന്നെ ക്ലോറിന്റെ കേസ് പറയുമ്പോൾ വെള്ളമാണ് ക്ലോറിനെ കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ടും ഡിസിൻഫെക്റ്റ് ചെയ്യാറുള്ളത്. അടുത്തത് മെറ്റാലിക് സോൾട്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് മെർക്കുറി സോൾട്ട് ആണ്, അഥവാ പെർക്ലോറൈഡ്. നമുക്ക് സ്കിന്നിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഡർട്ട് ഓർ പസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇനാക്ടിവേറ്റഡ് ആകും, അതായത് അതിന് ഓർഗാനിക് മാറ്ററിന്റെ പ്രസൻസിൽ വർക്ക് ചെയ്യില്ല. അടുത്തതെന്ന് പറയുന്നത് ഓർഗാനിക് മെർക്കുറി കോമ്പൗണ്ട്സ്, തയോമെർസലും മെർക്യൂറോക്രോമും. ഇതിന് നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ആന്റിസെപ്റ്റിക് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. നമ്മൾ രണ്ടിന്റെ കേസിലും പറയുന്നത് ആന്റിസെപ്റ്റിക് തന്നെയാണ്. അടുത്തത് കോപ്പർ സോൾട്ട്, യൂസ്ഡ് ആസ് എ ഫംഗിസൈഡ്. സിൽവർ സാൾട്ട്, അത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് നമ്മൾ 2 സ്ഥലത്ത് പഠിക്കാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് സിൽവർ നൈട്രേറ്റ്, അത് നമുക്ക് ബേൺസിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? ഐ പ്രോഫിലാക്സിസ് എടുക്കാം, കണ്ണില് തുള്ളി മരുന്നായിട്ട് ഒഴിക്കും കണ്ണില്, സിൽവർ നൈട്രേറ്റ്. അതിന് പറയുന്ന പേരാണ് ഈ ക്രീഡ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, 4 പേരാണ്. ഒന്ന് മെർക്കുറി സോൾട്ട്, പിന്നെ ഓർഗാനിക് മെർക്കുറി കോമ്പൗണ്ട്. ഇത് രണ്ടും ആന്റിസെപ്റ്റിക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി കോപ്പർ സാൾട്ടിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫംഗിസൈഡ് ആണ്. സിൽവർ സാൾട്ട് വരുമ്പോൾ ഓർക്കുക, സിൽവർ നൈട്രൈറ്റിലെ 1% ആയിട്ട് ബേൺസിലും യൂസ് ചെയ്യും, പിന്നെ ഐ പ്രോഫിലാക്സിസിനും യൂസ് ചെയ്യാറുണ്ട്. 7 എന്ന് പറയുന്നത് ഫീനോൾ ആണ്. നമുക്കറിയാം ഫീനോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താണ്? നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിസിൻഫെക്റ്റൻസ് ആണ്. ഇതിൽ ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിൽ പോലും അവരുടെ പ്രവർത്തനത്തെ യാതൊരു രീതിയിലും എന്ത് ചെയ്തില്ല? സ്വാധീനിക്കില്ല. പിന്നെ ഇതും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയസിലാണ് നന്നായിട്ട് അത്യാവശ്യം കൂടുതൽ ആക്ഷൻ നമ്മൾ കാണുന്നത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയസിലാണ്. ചിലത് ടോക്സിക്കും ആണെന്ന് പറയുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ പഠിക്കുക, ലൈസോളും ക്ലോർഹെക്സിഡിനും. ഓക്കെ, ഇനി ലൈസോൾ പറഞ്ഞ സമയത്ത് നമ്മൾ ഒരു പേര് ഓർത്തു വെക്കണം. ഫീനോളിന്റെ കേസിൽ ലൈസോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പേരുണ്ട്. ക്ലോറിന്റെ കേസിന് യൂസോൾ. ഓക്കെ, ഈ യൂസോൾ എന്ന് ഓർത്ത് വെക്കുക. യൂസോൾ ക്ലോറിൻ ആണെന്ന് ഓർത്ത് വെക്കുക. ലൈസോൾ നമുക്ക് കുറെ പേരെങ്കിലും പരസ്യത്തിലൊക്കെ കേട്ടിട്ടുള്ള ഒരു പേരാണ്. ഫീനോളിന്റെ കേസിൽ ലൈസോൾ, പരസ്യം. ഇനി അടുത്തത് സർഫസ് ആക്റ്റീവ് ഏജൻസ്. അതിനകത്ത് പറയുന്നത് കെമിക്കൽ എന്ത് ചെയ്യും? സർഫസ് ടെൻഷൻ കുറയ്ക്കും, അങ്ങനെയാണ് അത് ആക്ഷൻ ഉണ്ടാകുക. അതിന്റെ കേസിൽ നമുക്ക് പ്രധാനമായിട്ടും പറയുന്നത് നമ്മളുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഡിറ്റർജൻസ്, പിന്നെ ആന്റിസെപ്റ്റിക്സ്. ഇത് രണ്ടും ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഓർത്ത് വെക്കേണ്ട ഒരു പേരാണ് ഈ കാറ്റയോണിക് ആയിട്ടുള്ള സർഫസ് ആക്റ്റീവ് ഏജൻസ്. കാറ്റയോണിക് ആയിട്ടുള്ള സർഫസ് ആക്റ്റീവ് ഏജൻസ് കുറച്ചുകൂടി ആന്റി ബാക്ടീരിയൽ ആക്ഷൻസ് കാണിക്കുന്നവയാണ്. എക്സാമ്പിൾസ് ഓർക്കുക, സെട്രിമൈഡ്, ബെൻസാൽക്കോണിയം ക്ലോറൈഡ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സർഫസ് ആക്റ്റീവ് ഏജന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സർഫസ് ആക്റ്റീവ് ഏജൻസ് ഒക്കെ നമ്മൾ ഡിറ്റർജന്റ് എന്നുള്ളത് മൈൻഡിൽ വരിക. ഓക്കെ, സർഫസ് ടെൻഷൻ കുറയ്ക്കുന്നു, സർഫസ് അങ്ങനെ ഓർത്ത് വെക്കുക. ഇതിൻ്റെ അകത്ത് എക്സാമ്പിൾ പറയുന്നത് സെട്രിമൈഡും ബെൻസാൽക്കോണിയം ക്ലോറൈഡും. ഇനി നമുക്കറിയാം നമ്മൾ കെമിക്കലാണ് യൂസ് ചെയ്യുന്നത്, അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ എടുത്തിരിക്കണം. ഇനി അത് കൂടാതെ നമുക്ക് അറിയേണ്ടതെന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്.
അതായത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റന്റ്, അതായത് ചിലത് നമ്മൾ വാട്ടറുമായിട്ടൊക്കെ മിക്സ് ചെയ്തായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് അളന്ന് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ക്ലോറിന്റെ ഒക്കെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 2.5 ഗ്രാം 1000 ലിറ്റർ എന്നുള്ളത് അങ്ങനെ തന്നെ എടുക്കുക. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത്. ചിലതിപ്പോ നമ്മൾ ഇത്ര ശതമാനം ഫീനോൾ എടുത്തിട്ട് അതിനകത്തേക്ക് ഇത്ര ശതമാനം വെള്ളം ആഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുമായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, മെഷർ ചെയ്യണം. അടുത്തതെന്ന് പറയുന്നത് ഇത് എന്തിലാണോ ഒഴിക്കുന്നത് അത് ക്ലീൻ ആയിരിക്കണം. അതിനകത്ത് ഡേർട്ട് എല്ലാം റിമൂവ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം നമുക്കറിയാം ഓർഗാനിക് മാറ്ററിന്റെ പ്രസൻസിൽ ചില കെമിക്കൽസ് അതിന്റെ ആക്ഷൻ കുറഞ്ഞു പോകാറുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസിൻഫെക്റ്റന്റ് യൂസ് ചെയ്യുക, മിച്ചമുള്ളത് ഡിസ്കാർഡ് ചെയ്യുക. പിന്നെ ഓൾഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ വീണ്ടും എടുത്ത് ടോപ്പ് അപ്പ് ചെയ്യരുത്. അടുത്തതെന്ന് പറയുന്നത് ഡിസിൻഫെക്റ്റൻസും ഡിറ്റർജൻസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്യരുത്. കാര്യം ചിലപ്പോൾ ഇത് എന്ത് ചെയ്യും, ഒന്നിന്റെ എഫക്റ്റ് മറ്റേത് പോകും. അതായത് ചില ഡിസിൻഫെക്റ്റൻസിനകത്ത് നമ്മൾ ഡിറ്റർജൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ രണ്ടിന്റെയും പൊട്ടൻസി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ മിക്സ് ചെയ്യരുത്. എങ്ങനെയാണോ ഉപയോഗിക്കാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ആ അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. ഇനി അടുത്തത് സ്റ്റെറിലൈസേഷൻ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സ്റ്റെറിലൈസേഷൻ തന്നെ ചെയ്യാം, ഡിസിൻഫെക്ഷൻ ആവശ്യമുള്ള സ്ഥലത്ത് ഡിസിൻഫെക്ഷൻ തന്നെ ചെയ്യാം. ഇപ്പൊ രണ്ടിന്റെയും ആവശ്യം രണ്ട് തരത്തിലാണ്. അപ്പൊ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റെറിലൈസേഷൻ വേണ്ട സാഹചര്യങ്ങളിൽ ഡിസിൻഫെക്ഷൻ ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായും അവിടുത്തെ സ്പോർസ് ഒക്കെ റിമെയിൻ ചെയ്യും. അത് നമുക്ക് എന്ത് ചെയ്യും, അവസാനം ഒരു ബാഡ് എഫക്റ്റ് ആണ് തരിക. അതുകൊണ്ട് അത് നോക്കി വേണം ഉപയോഗിക്കാൻ. ഓക്കെ, അപ്പൊ ഇന്നായിരുന്നു നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇന്നിപ്പോ നമ്മൾ പ്രധാനമായിട്ടും നോക്കിയത് കെമിക്കൽ ഡിസിൻഫെക്ഷൻ ഏജൻസ് ആണ്. അതിനകത്ത് നമ്മൾ ആദ്യം ഒരു ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പറഞ്ഞു. അങ്ങനെ ഒരു കൺസെപ്റ്റ് നിലവിലുണ്ടെങ്കിലും അങ്ങനെ ഒരു സൊല്യൂഷൻ ഇല്ല. പിന്നെ ഒരു 8 ഏജൻസിനെ ആദ്യം ആൽക്കഹോള്, അതിനകത്ത് ഇഥൈൽ ആൽക്കഹോളും ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഒരു മീഥൈൽ ആൽക്കഹോളും പറഞ്ഞു. പിന്നെ ആൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്ടറാൽഡിഹൈഡ്, 3 എത്തിലീൻ ഓക്സൈഡ്. ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഇത് ഹൈലി ഇൻഫ്ലേമബിളും എക്സ്പ്ലോസീവും ആണ്. അതുകൊണ്ട് ഇതിനെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇത് കുറച്ച് നല്ലൊരു സ്റ്റെറിലൈസിങ് ഏജന്റ് ആണ്. കാരണം എന്താണ്, ഇവിടെയുള്ള സ്പോർസിനെയും ഇത് കൊല്ലും. അടുത്തത് ഡൈസ്, അനിലിനും അക്രൈഡിനും. അത് കഴിഞ്ഞിട്ട് ഹാലോജൻസ്, അയഡിനും ക്ലോറിനും. മെറ്റാലിക് സോൾട്സിൽ മെർക്കുറി സോൾട്ട് ഉണ്ട്, കോപ്പർ സോൾട്ട് ഉണ്ട്, സിൽവർ സോൾട്ട് ഉണ്ട്. അടുത്തത് ഫീനോള്, അത് കഴിഞ്ഞിട്ട് സർഫസ് ആക്റ്റീവ് ഏജൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നോക്കിയത്. ഓക്കെ, ക്ലിയർ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ് നമ്മൾ നോക്കി തീർത്തത്. അപ്പൊ ഇതൊരു എസ്സേ ആണ്. ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കും. അപ്പൊ 5 മാർക്കിന് ചോദിക്കുമ്പോൾ 5 മാർക്കിന് വേണ്ടിയിട്ട് എല്ലാത്തിൽ നിന്നും ഒരു 2 പോയിന്റുകൾ മാത്രം എടുത്തിട്ട് ഡിസിൻഫെക്ഷന്റെയും സ്റ്റെറിലൈസേഷന്റെയും ഹെഡിങ് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇതെല്ലാം മെൻഷൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.